ഈ രോഗം എന്ന് പറയുന്നത് എന്താ? നമ്മുടെ ആയുർവേദ ശാസ്ത്രം പറയണത് ആധികൾ കൊണ്ടാണ് വ്യാധികൾ ഉണ്ടാവുന്നത് എന്നാണ്. ആധി എന്ന് വെച്ചാൽ മനസ്സിനുള്ള സംഘർഷം. ആ ആധി തീർന്നാൽ വ്യാധിയെല്ലാം മാറും. ഇനി മാറാത്ത വ്യാധികളുണ്ടെങ്കിൽ അതിനു വേണ്ടി ഞങ്ങൾ ചികിത്സയും മരുന്നും നിശ്ചയിക്കണമെന്ന് പറഞ്ഞാണ് ആയുർവേദ ആചാര്യന്മാരുടെ പുറപ്പാട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ, നമുക്കുള്ള രോഗങ്ങളിൽ ഭൂരിഭാഗവും നമ്മുടെ മനസ്സിലുള്ള താളക്കേട് കൊണ്ടുണ്ടാകുന്നതാണ്. മനസ്സിൻ്റെ താളക്കേട് നീങ്ങാൻ എന്തു വേണം? അതിന് ഈശ്വരനെ ഭജിക്കുക വളരെ വിശേഷമാണ്. ആ ഭജനയോ ഇപ്പോൾ വിഷ്ണു സഹസ്രനാമമാണ്, പതിവായിട്ട് ചൊല്ലിത്തുടങ്ങൂ. ചരകസംഹിതയിലെ ചരക മഹർഷി പറയുന്നുണ്ട്, വിഷ്ണു സഹസ്രനാമത്തിനെ നമുക്ക് ഒരു ചികിത്സാവിധിയായി ഉപയോഗിക്കാം എന്ന്. 2 തരത്തിലുള്ള ചികിത്സയാണ്. ദ്രവ്യവ്യപാശ്രയ ചികിത്സ, പിന്നെയോ ദൈവവ്യപാശ്രയ ചികിത്സ എന്ന് 2 ചില ക്ഷേത്രങ്ങളൊക്കെ അങ്ങനെ ഉണ്ടാക്കിയതാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പോൾ എന്താ? ശരീരത്തിനുള്ള രോഗങ്ങളടക്കം എന്തെല്ലാം അസുഖങ്ങളുണ്ടോ മനുഷ്യന്, ആ അസുഖം മാറാൻ വേണ്ടി നാരായണ ഭട്ടതിരി നമുക്ക് സമ്മാനിച്ചിട്ടുള്ള ഒരു കാവ്യ ചികിത്സയാണിത്.